ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണാഫ്രിക്ക സ്വദേശമായുള്ള അലങ്കാര സസ്യമായ ഗസേനിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് സങ്കര ഇനങ്ങളും തനത് ഇനങ്ങളും ഈ വർഗത്തിലുണ്ട്. ഇലകൾ ഉൾപ്പെടെ ചെടി പരമാവധി 15 സെൻറ്റിമീറ്റർ വരെ പൊക്കത്തിൽ പരന്നു വളരുമെങ്കിലും നീളമേറിയ പൂത്തണ്ടുകളാണ് ഈ ചെടിയുടെ പ്രത്യേകത. ഇലകൾ വീതി കുറഞ്ഞ് നീണ്ടതും അടിഭാഗം വെള്ളി നിറത്തിലുമായിട്ട് കണ്ടുവരുന്നു. നമുക്ക് നല്ല രീതിയിൽ നല്ല ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. കൂടാതെ നമുക്ക് താഴെയോ നമ്മുടെ സാധാരണ ചെടിച്ചട്ടികളിലൊക്കെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. ഒരുപാട് സൂര്യപ്രകാശമൊന്നും ആവശ്യമില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൂര്യപ്രകാശം ആഗ്രഹിക്കുന്ന നല്ലൊരു ചെടിയാണിത്. കൂടാതെ നമുക്ക് ഇതിൻ്റെ കെയറിങ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. ഒരുപാട് വളങ്ങളൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. എന്നിരുന്നാലും മാസത്തിൽ ഒരു തവണ നമ്മുടെ കയ്യിലുള്ളതിൽ എന്തെങ്കിലും വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ജലാംശവും വളരെ കുറവാണ് കേട്ടോ ഈ ചെടിയെ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചെടിയുടെ വേരിൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ചെടി മൊത്തമായിട്ട് തന്നെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ചെടിയുടെ ഇലകളിലോ പൂക്കളിലോ ഒക്കെ വെള്ളം വീഴാതെ നമ്മൾ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഗസാനിയ ചെടിയുടെ മറ്റ് വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം കിട്ടുന്നത് അനുസരിച്ചിട്ട് ഈ ചെടി രാവിലെ വിരിഞ്ഞ് വരും. അത് കഴിഞ്ഞ് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതോട് കൂടി തന്നെ ഈ പൂക്കളെല്ലാം ചുരുങ്ങിയിട്ട് പോവുകയും ചെയ്യും. ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് തൈകൾ ഈ ചെടിയിൽ ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ചെടി വെച്ചിട്ടുള്ള പോട്ട് വളരെ ബുഷിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായ നല്ലൊരു ചെടിയാണത്. തണുപ്പ് കാലത്താണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതെങ്കിലും വേനൽക്കാലത്തും ഈ ചെടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കൾ തരും. കൂടാതെ 4-5 ദിവസമൊക്കെ ഇതിൻ്റെ പൂക്കൾ ചെടിയിൽ കാണാൻ കഴിയും കേട്ടോ. പിന്നെ ഉണങ്ങിയ പൂക്കളൊക്കെ വരുമ്പോൾ നമ്മൾ ആ പൂക്കൾ കട്ട് ചെയ്ത് കളയണം. അതല്ലെങ്കിൽ ആ പൂവ് അവിടെ നിന്ന് ഉണങ്ങിയിട്ട് വിത്ത് ഫോം ചെയ്യും. അപ്പോൾ ആ വിത്ത് ഉണ്ടാകുന്നതോട് കൂടി നമ്മുടെ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓരോ പൂവും 2-3 ദിവസം നിന്ന് അതിൻ്റെ സമയം കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ ഭാഗം മുറിച്ച് മാറ്റുകയാണെങ്കിൽ അവിടെ പുതിയ ശിഖരങ്ങൾ വന്നിട്ട് നിറയെ പൂക്കളുണ്ടായി വരും. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുള്ള ചെടികളാണ്. ഇത്രയും ഹെൽത്തിയായ ഈ പ്ലാന്റിന് 70 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. കൂടാതെ ഈ വീഡിയോയിൽ കാണുന്ന ഇത്രയും കുറഞ്ഞ അളവിൽ മാത്രമാണ് കേട്ടോ ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. മറ്റു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.